ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഈ പരിപാടി ചെയ്തത് ഏത് വലിയ ആളാണെങ്കിലും അല്ലെങ്കിലും ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കൊച്ചുകുട്ടിയാണെങ്കിലും ഏതാണെങ്കിലും ചെറ്റത്തരയിൽ പോയി. പെണ്ണിനെ അടിമയും അടുക്കളയിലും മാത്രമാക്കിയിട്ട് അടച്ചിടുന്ന ഈ കാലത്ത് ഇങ്ങനെ തന്റെ ഇടം കാട്ടി ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ഈ കുട്ടിനെ പോലുള്ള, അതായത് അത്യാവശ്യം ഇൻഫ്ലുവൻസർ ആണ്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഈ ഒരു പെണ്ണിനെ അറിയാത്ത ആൾക്കാരില്ല. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊതിക്കും ഇതേപോലെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ കാലഘട്ടത്തിലാണ് പുള്ളിക്കാരത്തി അത് അടിച്ച് നടക്കുന്നത്. ഭാഗ്യം വേണം. ആ ഒരു സമയത്ത് ഇതേപോലത്തെ ഈ മണ്ടത്തരം കാണിച്ച് ഇറക്കി വിട്ടെങ്കിൽ നാളെ അവർക്ക് ഈ ഇറക്കി വിട്ട പാർട്ടീസിന് എന്താണ് വരാനുള്ളതെന്ന് അവർ കണ്ടു തന്നെ അറിയണം. നമുക്ക് ബാക്കി കൂടി കണ്ടുപോകണം. സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്, 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചിരുന്നു, ഇപ്പൊ 3ാമത്തെ നൈറ്റ് ആയി. സോ 2 ദിവസം ആ ഒരു പ്രായമുള്ള പുള്ളിക്കാരന്റെ വീട്ടില് സ്റ്റേ അടിച്ച് പുള്ളിക്കാരൻ തന്നെ ഈ വീഡിയോയിൽ പുള്ളിക്കാരത്തി പറഞ്ഞത് പുള്ളിക്കാരൻ തന്നെ അവിടെ ജാമ്യത്തിലാണ് കഴിയണത്, മക്കളുടെ ചെലവിലാണ് കഴിയണത്. അതായത് അവിടുത്തെ മൊത്തം സിസ്റ്റം വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലെ പോലെ മക്കള് നോക്കണം എന്നൊരു റൂളൊന്നും ഇല്ല അവിടെ. ഒരു 15 വയസ്സ് 16 വയസ്സായി കഴിഞ്ഞാൽ 17 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ അവരുടെ ജോലി നോക്കി പോകും. പിന്നെ എല്ലാരും ഒരു പേയിങ് ഗസ്റ്റ് പോലും, ഈ വാൻഡേക്ക് പോളിസി ഒന്നും ഇല്ല അവിടെ. ആ സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഞാൻ നോക്കിക്കോളാം ഒരാളുടെ വാക്കും കേട്ടിട്ട് അവരുടെ റൂമിൽ കയറി താമസിക്കുക, അവരുടെ വീട്ടിൽ കയറി താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അറിഞ്ഞ് ചിന്തിച്ച് വേണം ആ തീരുമാനം എടുക്കാൻ. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു കൺട്രിയിൽ ആ പരിപാടി നടക്കത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു റൂം കിട്ടാമെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ ഒരു 10,000 രൂപ ചെറിയ, ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയ റൂം ആണെങ്കിൽ പോലും 10,000-ൽ താഴെ ഉള്ളൂ അവിടെയൊക്കെ. ആ സമയത്താണ് ഫ്രീ ആയിട്ട് ഒരു വീട്ടിൽ 2 ദിവസം താമസിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിനെക്കാട്ടും വലിയ പണി കിട്ടുമായിരുന്നു. എന്തോ ഭാഗ്യം ഇത്രയും കിട്ടിയുള്ളൂ. പക്ഷെ ഇങ്ങനെ രാത്രിയിൽ ഒരു ഇറക്കി വിടാന്നൊക്കെ പറഞ്ഞാൽ മോശം പരിപാടിയാണ്. ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പം രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. പുള്ളിക്കാരത്ത് പറഞ്ഞത് ഈ രാത്രി അറിയാവുന്ന ആൾക്കാരെ പോലും വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു രാത്രി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രേഞ്ചറിനെ അമേരിക്ക പോലുള്ള സ്ഥലത്ത് ഒരാളും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവിടെ വേറെ രീതിയിലാണ് കളികൾ നടക്കുന്നത്. സോ നോക്കി കണ്ടൊക്കെ നടന്നില്ലെങ്കിൽ പണി കിട്ടും. അമേരിക്ക ആണെങ്കിൽ ആഫ്രിക്ക ആണെങ്കിൽ ഇന്ത്യ ആണെങ്കിലും എല്ലായിടത്തും ഒരൊറ്റ കാര്യമുള്ളൂ. പുള്ളിക്കാരത്തിൽ പോയ രാജ്യത്തെ എല്ലാ വിധത്തിലത്തെ ചൂഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തെ വീഡിയോസ് തന്നെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തുള്ള ഒരാൾ വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് ജാതി പരിപാടി കണക്കുന്നത് ആ ചെറ്റത്തോടെ പോയി. അതിപ്പോ എത്ര വലിയ മക്കളാണെങ്കിലും അച്ഛനാണ് അമ്മയാണെങ്കിലും പറ്റൂലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. പിന്നെ ഇന്ന് ഹിച്ച് ഹൈക്കിംഗ് ആയിട്ട് നടക്കണ ഒരു രാജ്യമല്ല അമേരിക്ക. അമേരിക്കയിൽ അങ്ങനെ ഹിച്ച് ഹൈക്കിംഗ് ആയിട്ട് ഇപ്പൊ ചെന്ന് കയറി കഴിഞ്ഞാൽ വെടിവെച്ചു എന്ന് അറിയില്ല ആൾക്കാർ. കാരണം ഇപ്പൊ ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള സമയമാണ്. ഇസ്രായേല്, ട്രംപ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണല്ലോ. സോ ഒരാളെയും അങ്ങോട്ടും കൂടെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു യൂട്യൂബ് ബ്ലോഗറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നോക്കി കണ്ട് തീരുമാനം എടുക്കേണ്ടിയിരുന്നു അരുണിമ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും. ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ സ്വന്തം അമ്മയുടെ അച്ഛനെന്നാ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ സ്റ്റെപ്പ് ഫാദർ അങ്ങനെയുള്ള സെറ്റപ്പ് പോലും ആയിരിക്കും. അല്ലാണ്ട് സ്വന്തം അച്ഛനാണെങ്കിൽ പറയാം എൻ്റെ അച്ഛനാണെന്ന് അപ്പം പിള്ളേർ പറഞ്ഞത്. അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ വേറെ ആയിരിക്കണം. അങ്ങനെ പോലെ ആയിരിക്കുള്ളൂ. എന്താ പറയാ, എനിക്ക് ഭയങ്കര, എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ
ഇതിപ്പോ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം വേറെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോ ഒരു വ്ളോഗറിന് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറെ സിറ്റുവേഷൻ പുള്ളിക്കാരുടെ യൂട്യൂബ് വീഡിയോസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇതൊക്കെ ഒന്നുമല്ല. ആൾക്കാർ കയറി പിടിക്കാൻ പോകുന്നതും ആൾക്കാർ ഓടിച്ചിരുന്നതും അങ്ങനെയുള്ള സംഭവങ്ങൾ പുള്ളി തന്നെ റിവ്യൂസിലും കാര്യങ്ങളും മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ എല്ലാവരും എന്റെ വീഡിയോയിലൊന്നും ആരും കമന്റ് അടിച്ച് നശിപ്പിക്കാൻ നിൽക്കുന്നത്. കാരണം ഇത് ഹിച്ച് ഹൈക്കിങ് നടക്കുന്ന, അതായത് അറിയാൻ പാടാത്ത ആൾക്കാരോട് പറയാം, ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് അടിച്ച് പോകില്ലേ, ലോറിയിലും ബസ്സിലൊക്കെ ആയിട്ട് പല പല ഒരു സ്ഥലത്ത് നിന്ന് ലിഫ്റ്റ് അടിച്ച് വേറെ സ്ഥലത്ത് പോകുന്നു, അവിടെ നിന്ന് കുറച്ച് നടക്കുന്നു, പിന്നെ ലിഫ്റ്റ് അടിച്ച് പോകുന്നു. ഇതാണ് ഹിച്ച് ഹൈക്കിംഗ് പരിപാടി. അപ്പൊ ഇങ്ങനെ ലോകം ചുറ്റാൻ വേണ്ടി ലിഫ്റ്റ് അടിച്ച് പോകുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പണിയാണിത്. നമ്മൾ ലിഫ്റ്റ് അടിച്ച് ചെല്ലുമ്പോൾ അവിടെ കുറെ ആൾക്കാർ പറയും, ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഞാൻ പറയും, നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, നീ വാ, ഞങ്ങളുടെ റൂമുണ്ട്, വീടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് ഇജാതി പരിപാടികളായിരിക്കും. അങ്ങേര് തന്നെ അവിടെ വാടക താമസിക്കുന്നത്. അതായത് അതിനൊരു ക്ലാരിറ്റി ഇല്ല. ആ പറഞ്ഞില്ലേ, അങ്ങേരുടെ വീടാണോ അങ്ങേരുടെ മക്കളുടെ വീടാണോ എന്താണെന്ന് പറയുമ്പോഴുള്ള പുള്ളിക്കാരത്തേക്ക് കിട്ടിയത് ഒരു ലോട്ടറി പോലെ. പുള്ളിക്കാരത്തി അവിടെ പോയി 2 ദിവസം താമസിച്ച് 3-ാം ദിവസം അവർ അടിച്ചു പുറത്താക്കി. അത്രയുള്ള നടന്നിട്ടുള്ള സംഭവം. പിന്നെ ഈ വീഡിയോ കരച്ചിലും പിടിച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോന്റെ ഒരു സൈഡ് മാത്രം കണ്ടിട്ട് മാത്രം പറയരുത്, 2 സൈഡും ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. ഇൻസ്റ്റാഗ്രാമിൽ വന്നത് ഇവരുടെ വീഡിയോ ഒന്നും മാത്രം നോക്കേണ്ട കാര്യമില്ല. ഇവര് പറയുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ എന്റെ യൂട്യൂബിന്റെ അകത്ത് ഉണ്ടെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞൂടാ ഫുൾ വീഡിയോ? എന്തായി യൂട്യൂബിൽ ഇടുമ്പോ അതിന്റെ അകത്ത് വേറെ അത് കൊള്ളാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ മാത്രം പറഞ്ഞില്ല. കാരണം ഇങ്ങനെയുള്ള വീഡിയോ വരാൻ നേരത്ത് ചാടി കയറി വിശ്വസിച്ച് കയറി കാണേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 10-70 വയസ്സ്. ഞാനാണെങ്കിൽ പോലും ഞാനിപ്പോ അമേരിക്കയിൽ പോണേണെന്നൊരു ടിക്കറ്റും വിസയും കാര്യങ്ങളെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്ലാൻ ചെയ്യും? ഞാൻ അവിടെ ചെന്നാൽ നിൽക്കാനുള്ള സ്പോട്ട് ഉണ്ടാകുന്ന നോക്കും. അല്ലാണ്ട് വെറുതെ കയറി അങ്ങോട്ട് ഒരാളുടെ വീട്ടിൽ ചെന്ന് താമസിക്കാൻ സമ്മതിക്കും. എന്താണ് വെള്ളരിക്കപ്പെട്ടണോ? ആ സമയത്ത് ആഫ്രിക്കയിലൊക്കെ നടക്കും, വേറെ തായ്ലാൻഡിലും ഉഗാണ്ടയിലൊക്കെ നടക്കും. അല്ലാണ്ട് ഇത് അമേരിക്കയില് എനിക്കൊരു ഓപ്ഷൻ ഇല്ല. 20 വയസ്സുള്ള ആൾ എന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി വ്യക്തമാക്കുന്നത്. ഇതിന്റെ അകത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ, ആർക്ക് എന്ത് അറിയാണ്ട് അമേരിക്ക പോലുള്ള ഇത്രയും വലിയൊരു കൺട്രിയിലേക്ക് വലിഞ്ഞേറി ചെന്നാൽ നമ്മളെല്ലാരും പേട്ടു. അത്രേ ഉള്ളൂ ഇതിന്റെ ഇതിവൃത്തം. ഇതൊരു പാഠമായിരിക്കട്ടെ ഇങ്ങനെ ട്രിപ്പ് പോണ ആൾക്കാർക്ക്. പെൺപിള്ളേരാണെങ്കിൽ എന്താണ് നമ്മൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ റെഡി ആയതിന്റെ ആവേശത്തിന്റെ പുറത്ത് നമ്മൾ ഓടിക്കറി ഞാൻ ഇന്നാള് വരുന്നെന്ന് പറയുന്നത് തന്നെ പെൺപിള്ളേരാകുമ്പോൾ സ്വാഭാവികം. ആണുങ്ങള് എത്ര നല്ലവരുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തൊരു പേടുണ്ടാവും. അപ്പൊ വിളി വരും, ഇങ്ങോട്ട് പോരും, ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് വിളി വരും. അപ്പൊ ചാടിക്കറി അങ്ങോട്ട് പോവാതിരിക്കുക. ഇനി ഇതേപോലെ ചേക്കിന് പോണ പെൺപിള്ളേരുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഉത്തമ ഉദാഹരണമായിക്കോട്ടെ വരും. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. 4 വർഷമായിട്ട് പുള്ളിക്ക് അറിയാം. എന്നിട്ട് പുള്ളി മനസ്സിലാക്കിയില്ല. 4 വർഷമായിട്ട് പുള്ളിക്കാരൻ മറച്ചു വെച്ചെന്ന് വേണം എനിക്ക് പറയാൻ. ഇത് കണ്ടിട്ട് 4 വർഷമായിട്ട് പുള്ളിക്കാരത്തി മറച്ചു വെച്ചെങ്കിൽ ഈ കാര്യം തന്നെ എനിക്ക് മറച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വന്നുണ്ട് ഇപ്പൊ സ്റ്റേ ഒക്കെ ഉള്ളത് എന്റെ വീടാണെന്ന് പറഞ്ഞായിരിക്കും വിളിച്ചിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരത്തിന് ആ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ. പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും കാര്യം എല്ലാവർക്കും ബോധ്യമില്ല. പേരക്കുട്ടികളുടെ സ്വഭാവം അടിപൊളിയാണ് നടത്താം. അത് അവിടെ ജനിച്ച് വന്ന പിള്ളേരാണ്, അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കിയ പിള്ളേരാണ്. അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഫ്രീ ആയിട്ടൊക്കെ വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് മനസ്സിലാക്കിക്കോ എല്ലാവരും. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നെട് റോട്ടിലേക്ക്, ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇപ്പൊ പുള്ളിക്കാരൻ നിൽക്കുന്നത് അമേരിക്കയിലാണ്. അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് ഒരു സൈഡിൽ നിന്ന് പറയാം. അതിനുശേഷം പറയാം കുറച്ച് സേഫ് അല്ലാത്ത കൺട്രി ആണെന്ന് പറയാം. ന്യൂജേഴ്സി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സേഫ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അറിയാവുന്ന ആൾക്കാർ പറയണം. ഇത് അവിടെ നിന്ന് ഒരു 911 വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ആൾക്കാർ ഹെലികോപ്റ്ററിൽ വന്ന് പൊക്കിക്കൊണ്ടും പോകും. അങ്ങനത്തെ പല സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. എത്ര കരഞ്ഞാലും ടെൻഷൻ അടിക്കണ്ട. അവിടെ എല്ലായിടത്തും ആൾക്കാരും കാര്യങ്ങളൊക്കെ എല്ലാം ഓണാണ് 24 hours. പുള്ളിക്കാരത്തേക്ക് എന്തായാലും സേഫ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും. കുറച്ച് കാശ് പൊട്ടിച്ചാൽ മതി. ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇനി വലിഞ്ഞേറിച്ചാലെന്നുള്ള ഒരു ബോധത്തോടെയും പുള്ളിക്കാരത്തി പോകത്തില്ല എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനി മേലെ ആരുടെയും വാക്കും കേട്ടിട്ട് ചെല്ലുക എന്നുള്ളതും മനസ്സിലാവും. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ള സംഭവം ഇതൊക്കെ തന്നെയാണ്. ആരും ഹിച്ച് ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചാടി ഇറങ്ങി വ്ലോഗ് ഉണ്ടാക്കാൻ വേണ്ടി പോവാതിരിക്കുക. പോയാൽ തന്നെ ചെല്ലുന്ന കയറുന്ന സ്ഥലം ഓൾറെഡി പ്രീ ബുക്ക് ചെയ്യാൻ നോക്കുക. ഇപ്പൊ കാട്ടുമുക്കാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ അടുത്ത് മാത്രം പോകുക. അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് കയറി ചെല്ലാൻ അവിടെ നമുക്ക് സ്റ്റേ ഉണ്ടാവും നോക്കുക. ഏത് കാട്ടുമുക്കി പോയാലും എല്ലാ വ്ലോഗേഴ്സിനോട് ഞാൻ പറഞ്ഞേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ. ഹിച്ച് ഹൈക്കിന് പോയി പെട്ട
ഒരു പെൺകുട്ടിയുടെ രോദനം, അങ്ങനെ വേണം പറയാം. പെൺകുട്ടി പൊളിയാണ്, പെൺകുട്ടി അന്നും ഒന്നും പൊളി തന്നെയാണ്. എത്ര കൺട്രി കണ്ടേക്കണം, നമ്മളൊക്കെ പോയിട്ട് ഇത്ര രാജ്യത്തൊക്കെ കയ്യിൽ കാശും വേണം, കഴിവും വേണം, തന്റെ ഇടം വേണം. തന്റെ ഇടം മെയിനായിട്ട് വേണ്ടത്. സോ ആ തന്റെ ഇടം നന്നായിട്ടുണ്ട് ആ കുട്ടിക്ക്. ഇനി ഇതുപോലെ പണി കിട്ടാതിരിക്കട്ടെ. ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ കാണാൻ വയ്യ അതുകൊണ്ടിട്ട്.